ഒരാളോടുള്ള വ്യക്തിവിരോധം തീർക്കാൻ പോക്സോ പരാതികൾ, വ്യാജ പോക്സോ പരാതികൾ നൽകുന്ന സംഭവങ്ങൾ പലയിടങ്ങളിലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ 2021 ഇത്തരമൊരു സംഭവം ഉണ്ടായ ഒരു വ്യാജ പോക്സോ കേസ്. ഇത്തരം പോക്സോ കേസ് കെട്ടിച്ചമച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കൊട്ടാരക്കര അതിവേഗ കോടതിയാണ് വാളക സ്വദേശി ഹരികുമാറിനെ വെറുതെ വിട്ടത്. 2021 കേസിനാസ്പദമായ സംഭവം. വിദ്യാർത്ഥിനിയുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയെന്നും അശ്ലീലം കാട്ടിയെന്നുമായിരുന്നു ആരോപണം. വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഹരികുമാറുള്ള വ്യക്തിവിരോധം മൂലം കേസ് കെട്ടിച്ചമച്ചതെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കൊട്ടാരക്കരയിൽ നിന്നും വിനീഷ് കുമാർ ചേരുന്നുണ്ട്. വിനീഷ്, ഇതുപോലുള്ള നിരവധി വ്യാജ പരാതികൾ ഈ സമീപകാലത്ത് ഉയർന്നു കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരാളുടെ വിരോധം തീർക്കാൻ വ്യാജ പോക്സോ പരാതി നൽകുന്നു. ഈ സംഭവത്തിൽ 2021 ഈ ഒരു കേസ്, ഈ ഒരു പരാതി വരുന്നത്. അതായത് 3 വർഷത്തോളം സംശയനിഴലിലായിരുന്ന, പ്രതിക്കൂട്ടിലായിരുന്ന ഹരികുമാറിനെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടത് വെറുതെ വിട്ടിട്ടുണ്ട്. എന്താണ് കോടതിയുടെ വിധിയിൽ പറയുന്നത്? പോക്സോ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് കൊട്ടാരക്കര കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ പ്രതിയെ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ വാളകം സ്വദേശിയായ അമൽ ഭവനിൽ ഹരികുമാറിനെയാണ് കൊട്ടാരക്കര അതിവേഗ പോക്സോ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. 2021 ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കേട്ടോ. വിദ്യാർത്ഥിനിയുടെ, അതായത് ഹരികുമാറിന്റെ തൊട്ടടുത്ത വീട്ടിലെ അതിജീവിതയായ വിദ്യാർത്ഥിനിയെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുകയും അതുപോലെ അശ്ലീലം കാട്ടുകയും ചെയ്തു എന്നുള്ളൊരു പരാതിയെ തുടർന്നാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തും കോടതിയിൽ എത്തുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കൾ ഹരികുമാറിനോടുള്ള വ്യക്തിവിരോധം മൂലമാണ് ഈ ഒരു കേസ് കെട്ടിച്ചമച്ചത് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. മതിയായ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ പ്രോസിക്യൂഷനും കോടതിയിൽ സാധിച്ചില്ല എന്നാണ് നമുക്കറിയുന്നത്. ഈ പൊതുപ്രവർത്തകനും കോൺട്രാക്ടറുമായ ഹരികുമാറിനെ വ്യക്തിവിരോധത്താൽ വീട് കയറി ആക്രമിച്ചതിന് അതിജീവിതയുടെ ബന്ധുക്കൾക്കെതിരെ ഹരികുമാർ കൊട്ടാരക്കര പോലീസിൽ മുൻപ് പരാതി നൽകിയിരുന്നു. ഇതിലുണ്ടായ വിരോധമാണ് അതിജീവിതയുടെ മാതാപിതാക്കൾ ഹരികുമാറിനെ മനഃപൂർവ്വം പോക്സോ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. തുടർന്ന് ഹരികുമാറിനെ കോടതി കുറ്റവിമുക്തനാക്കി വെറുതെ വിടുകയായിരുന്നു. ടോം പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ ഷൈൻ പ്രഭ, ജി ശശികുമാർ, ഇന്ദിരാ കൃഷ്ണൻ, അനഘ സജു, എം ബാലചന്ദ്രൻ എന്നിവരാണ് കോടതിയിൽ ഹാജരായത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 3 വർഷത്തോളം ഒരു പോക്സോ കേസിൽ പ്രതി എന്ന രീതിയിൽ പ്രതിപട്ടികയിൽ നിൽക്കുന്നു, സംശയ നിഴലിൽ നിൽക്കുന്നു. ഈ ഹരികുമാർ ഈ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകുമോ? ഈ കേസിന് പ്രത്യേകിച്ചും കോടതിയിൽ നിന്നും കുറ്റവിമുക്തനായ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം, നിലപാട് പുറത്തു വന്നിട്ടുണ്ടോ വിനീഷ്? അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല. അതായത് കൂടുതൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. നമ്മൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഒരു പൊതുപ്രവർത്തകനാണ് ഈ ഹരികുമാർ. അതുപോലെ തന്നെ കോൺട്രാക്ടർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഒരു രീതിയിൽ നല്ല നിലയിൽ ജീവിച്ചു വന്നിരുന്ന ആളാണ്. ഈ ഒരു വ്യക്തിവിരോധത്തെ തുടർന്നാണ് അദ്ദേഹം ഈ ഒരു കേസിൽ അകപ്പെടുന്നത്. വീടിന് സമീപത്ത് തന്നെയാണ്, തൊട്ടടുത്ത അയൽവാസികളാണ് ഈ തരത്തിൽ ഹരികുമാറിനെതിരെ പരാതി നൽകിയത്. ഈ അയൽത്തർക്കം മൂലമുണ്ടായ വ്യക്തിവിരോധമായിരുന്നു ഈ ഒരു പോക്സോ കേസിലേക്ക്, കെട്ടിച്ചമച്ചൊരു പോക്സോ കേസിലേക്ക് എത്തിയത്. ഇത് കോടതി ഇപ്പോൾ ഇതെല്ലാം കളവാണെന്നാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഹാജരാക്കിയ പെൻഡ്രൈവിൽ ചില ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളൊന്നും തന്നെ കെട്ടിച്ചമച്ചതാണെന്നും ഇതൊന്നും കേസുമായി ബന്ധമില്ല എന്നും കോടതി നിരീക്ഷിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഹരികുമാറിനെ കുറ്റവിമുക്തൻ ആക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിനീഷ്, ഇത് ഈ ദൃശ്യങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് പറയുന്നു. പോലീസ് എന്തുകൊണ്ടാണ് ഇതൊന്നും വിശദമായി പരിശോധിക്കാതിരുന്നത്? ഈ വിധിയിൽ പോലീസിനെതിരെയും വിമർശനമുണ്ടോ? അന്വേഷണത്തിൽ പോലീസ് ഇതൊക്കെ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പോലീസ് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ഇത് കോടതി സൂക്ഷ്മമായിട്ട് തന്നെ ഇതെല്ലാം നിരീക്ഷിക്കുകയും ചെയ്തു. അത് പ്രതിഭാഗം വാദിച്ചതിന്റെ പ്രധാന കാരണം ഈ അതിജീവിതയുടെ മാതാവ് ഈ ഹരികുമാറിന്റെ വീട്ടിലേക്ക് ഒരു കല്ലെടുത്ത് എറിയുകയും അങ്ങനെ ഈ ഒരു കല്ലെടുത്തെറിഞ്ഞ ഈ ഒരു ശബ്ദത്തിൽ ഈ ഹരികുമാർ വീടിന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അത് ഇവർ മറഞ്ഞു നിന്ന ദൃശ്യങ്ങൾ
മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഈ ദൃശ്യങ്ങളാണ് കോടതിയിൽ അവർ ഹാജരാക്കിയത്. പക്ഷേ ദൃശ്യങ്ങളെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടതല്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. അങ്ങനെയാണ് ഈ ഹരികുമാർ കുറ്റവിമുക്തനായത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ടോം, വ്യക്തമാണ്. കൊട്ടാരക്കരയിൽ നിന്നും വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പോക്സോ കേസ് കെട്ടിച്ചമച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്.